ഷൈനി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 11th ചാപ്റ്റർ മെൻസുറേഷനിലെ എക്സസൈസ് 11.4 ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതോടുകൂടി 11.4 എക്സസൈസ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A milk tank is in the form of a cylinder whose radius is 1.5 meter and length is 7 meter. Find the quantity of milk in liters that can be stored in the tank. അപ്പം നമ്മളെടുത്ത് ഇവിടെ എന്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മിൽക്ക് ടാങ്കിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ മിൽക്ക് ടാങ്ക് എന്ന് പറയുന്നത് ഓക്കെ, ഇതാ നോക്കിക്കേ, ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ റേഡിയസ് എന്ന് പറയുന്നത് നമ്മളെടുത്ത് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആണെന്ന്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഇതാ ഈ ലെങ്ത് കണ്ടല്ലോ, ഇത് എത്രയാണെന്ന് തന്നിരിക്കുന്നു? 7 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ടാങ്കിനകത്ത് എത്ര ലിറ്റർ പാലാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്? ഇത് പറഞ്ഞപ്പോഴേ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തോട്ട് വന്നു കാണും എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന്. അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ ടാങ്കിന് ഉള്ളിൽ എത്രത്തോളം ലിറ്റർ മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഈ ടാങ്കിനുള്ളിലാണ്, ദാറ്റ് മീൻസ് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ടാങ്കിൻ്റെ കപ്പാസിറ്റി അല്ലേ. അതായത് ഈ ടാങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എത്രത്തോളം വോളിയം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി മിൽക്കാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് എത്രത്തോളം പാല് കൊള്ളും എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉൾഭാഗത്തുള്ള ആ വോളിയം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാം. അതിന് ഫോർമുലയുണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? πr²h. ഇതാണ് നമ്മുടെ വോളിയം, ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്? അതായത് ഈ ഒരു ടാങ്കിനുള്ളിൽ എത്രത്തോളം ലിറ്റർ മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിലാക്കിക്കോണം ടാങ്കിനുള്ളിലെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കണ്ടുപിടിക്കാനുള്ളത്? വോളിയം. ഓക്കെ, ഇനി നമുക്കിവിടെ ഇനി എന്തൊക്കെ വേണം? വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസും വേണം, ഹൈറ്റും വേണം. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാം. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 1.5 മീറ്റർ. ഇനി ഹൈറ്റ് എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിലിണ്ട്രിക്കൽ ടാങ്കിൻ്റെ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് 7 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതാണല്ലോ. അതെന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ ഹൈറ്റായിട്ട് എടുത്തുകൂടെ? ഇതാ ഉയരമായിട്ട് എടുത്തുകൂടെ? കണ്ടോ, അപ്പോൾ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? ഈ 7 മീറ്ററിന് ഇതിൻ്റെ ഹൈറ്റായിട്ട്, ഈ ടാങ്കിൻ്റെ ഹൈറ്റായിട്ട് നമുക്ക് എടുക്കാം ഈ 7 മീറ്ററിന്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? വോളിയം. അപ്പോൾ വോളിയം ഓഫ് എ സിലിണ്ടർ ഓഫ് എ സിലിണ്ട്രിക്കൽ ടാങ്ക് ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം വോളിയം ഓഫ് എ സിലിണ്ട്രിക്കൽ ടാങ്ക് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? πr²h. പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂ 22/7 ഇൻറ്റു ആർ എത്രയായിരുന്നു? 1.5. ശ്രദ്ധിച്ചോണം, r² ആണ്. അപ്പോൾ ഇത് 2 തവണ എഴുതണം നമുക്കല്ലേ. 1.5 ഇൻറ്റു 1.5 ഇൻറ്റു ഹൈറ്റ് ആണ് 7 മീറ്റർ. അപ്പോൾ ഇതേ നോക്കിക്കോളൂ, ഈ 7ഉം ഈ 7ഉം കട്ടായി പോകും. ബാക്കി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? 22 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 ഇസ് ഈക്വൽ ടു പോയിൻ്റ് ഉണ്ട്. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയിൻ്റ് ഇല്ലാതെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1.5 പോയിൻ്റ് ഇല്ലാതെ എഴുതുമ്പോൾ 15, ഇവിടുത്തെയും 1.5 പോയിൻ്റ് ഇല്ലാതെ എഴുതുമ്പോൾ 15 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ദേ ഇവിടെ എന്തായി? 15 ഇൻറ്റു 15 എന്നായി. സോ നമുക്കിതാ ഇവിടുത്തെ 22 എടുത്ത് അതുപോലെ എഴുതാം. ഇൻറ്റു ഇവിടെ എന്താണ്? 15 ഇൻറ്റു 15 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കൾസേ?
നമുക്കറിയാമല്ലോ 225 ആണ് 15 × 15 എന്ന് പറയുന്നത്. കണ്ടോ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയാം. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ 15 × 15 എന്നും പറഞ്ഞാണ് നമ്മൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഈ 225 ആൻസർ കണ്ടുപിടിച്ച് വെച്ചത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിനകത്തും ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. ആൻസറിനകത്തും നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇട്ടിരിക്കുന്നത്? ഈ 1, പിന്നെ ദേ ഇവിടെയും ഒരെണ്ണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 1ഉം ഈ 1ഉം കൂടി കൂട്ടുമ്പോൾ എത്രയായി? 2 അല്ലേ? 1, 2. അപ്പോൾ 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ആൻസറിലും അതുപോലെ തന്നെ ചെയ്യാം. 1, 2. കണ്ടോ? 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പം എന്തായി? 22 × 2.25 എന്നായി. ഇനി ഇത് തമ്മിൽ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡെസിമൽ പോയിന്റ് ഇട്ട് ആരും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആ നമ്പർ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസറിനകത്ത് നമുക്ക് ആ ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ 2.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 225 എന്നല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 2s are 10 1 2 2s are 4 plus 1 5 2 2s are 4 5 2s are 10 1 2 2s are 4 plus 1 5 then 2 2s are 4 0 5 9 4. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 4950 എന്ന് കിട്ടി. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് നമ്മൾ മറന്നു പോകരുത്. ക്വസ്റ്റ്യനകത്ത് ഡെസിമൽ പോയിന്റ് ഉണ്ട്, സോ ആൻസറിനകത്തും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇട്ടിരിക്കുന്നത്? 1 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആൻസറിലും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വോളിയമാണ്, സോ ഇതെല്ലാം മീറ്ററിലാണ് ഉണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്തിട്ട് കൊടുക്കാം? മീറ്റർ ക്യൂബ്. വോളിയത്തിന് എപ്പോഴും ഓർത്തോണം ⁻³ ആണ് ഇടേണ്ടുള്ളത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? ആ സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ വോളിയം നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ലിറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ടാങ്ക്. ഈ ടാങ്കിനുള്ളിൽ സൂക്ഷിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെ, ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി, എത്രത്തോളം പാലാണ് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ലിറ്ററിലാണ് നമ്മളെടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചത് എന്താണ്? ടാങ്കിൻ്റെ ആ ഒരു വോളിയമാണ് കണ്ടുപിടിച്ചത്. ദാറ്റ് മീൻസ് ടാങ്കിൻ്റെ വോളിയം എത്രയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊള്ളുന്ന പാലും എത്ര തന്നെയായിരിക്കും? ആ സെയിം ഇത് തന്നെ ആയിരിക്കത്തില്ലേ? അപ്പോൾ നമുക്ക് പറയാം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മീറ്റർ ക്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം 49.50 ആണെന്ന്. കാരണം അതിൻ്റെ വോളിയം, ആ ടാങ്കിൻ്റെ വോളിയം എത്രയുണ്ടോ അത്രത്തോളം തന്നെയാണ് പാലും അതിനകത്ത് കൊള്ളുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലോ. കാരണം ഇതാ ഇപ്പം നോക്കിക്കേ, ഈ ഒരു ഇപ്പം ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഈ ഒരു കൂജ, ഇതിൻ്റെ അകത്ത് എത്രത്തോളം വെള്ളം കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇതിനകത്ത് എത്രത്തോളം വോളിയം ഉണ്ടോ, അല്ലേ, എത്രത്തോളം ഇതിനകത്ത് സ്ഥലമുണ്ടോ അത്രത്തോളം വെള്ളം തന്നെയല്ലേ ഇതിനകത്ത് കൊള്ളുന്നത്, ആണല്ലോ മക്കൾസേ? അതുപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കിൻ്റെ കാര്യം, അതിനകത്ത് എത്രത്തോളം ഇതുണ്ടോ, ടോട്ടൽ സ്പേസ് ഉണ്ടോ, അതായത് വോളിയം ഉണ്ടോ അത്രത്തോളം ആയിരിക്കും അതിനകത്ത് പാലും കൊള്ളുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ലിറ്ററിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ലിറ്റേഴ്സ് is equal to. എങ്ങനെയാണ് നമ്മൾ ഇനി ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടേ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? 1000 ലിറ്റർ ആണ്, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 49.50 ഉണ്ട്. ഈ സീറോയ്ക്ക് വാല്യൂ ഇല്ല, സോ നമ്മൾ 49.5 എന്ന് എടുത്താൽ മതി. അപ്പോൾ 49.5 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോഴേ അത് എത്രത്തോളം ലിറ്റർ ആയിരിക്കും? നമ്മൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഈ 49.5നെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ അത് ലിറ്ററിനകത്തോട്ട് കൺവേർട്ട് ആയിക്കോളും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കരുത് ഇവിടെ എന്താണ് 0 എഴുതാത്തതെന്ന്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പോയിന്റിന് ശേഷമുള്ള 0യ്ക്ക് വാല്യൂ ഒന്നുമില്ല, സോ നമ്മൾ ഇത്ര എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. എന്താണ് ഈസി വേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയിന്റ് ഇല്ലാതെ എടുത്ത് എഴുതുക. എന്നിട്ട് എത്ര 0 ഉണ്ട് ഇവിടെ? 3 zeros. ആ 3 zeros അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക.
പിന്നെ എന്താ ചെയ്യേണ്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഉള്ളതെന്ന് നോക്കണം. ദേ ഒരു നമ്പർ കഴിഞ്ഞിട്ടാണല്ലോ ഡെസിമൽ പോയിന്റ്. അപ്പം ആൻസറിനകത്തും ഒരു നമ്പർ കഴിഞ്ഞിട്ട് എന്തിട്ട് കൊടുക്കണം? ഡെസിമൽ പോയിന്റ്. ഇനി ഇതെന്താണ്? ലിറ്റർ. കണ്ടോ? അപ്പം നമുക്ക് പറയാം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ലിറ്റേഴ്സ് എന്ന് പറയുമ്പം എത്രത്തോളം ലിറ്റർ ആണ് ആ ടാങ്കിൽ കൊള്ളുന്നത്? 49,500 ലിറ്റർ ആണ് അതിനകത്ത് കൊള്ളുന്നത്. ഇപ്പം മനസ്സിലായോ? അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? therefore quantity of milk in liter that can be stored in the tank is equal to എത്രയാണ്? 49 പേപ്പർ തെന്നിപ്പോണം, അതുകൊണ്ടാണ് കേട്ടോ. 49,500. ഇത് 5 ആണേ, എഴുതിയപ്പോൾ കൂടിച്ചേർന്നാണ് കായിപ്പോയി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഇത് 5 ആണേ മക്കൾസേ. ഓക്കെ, അപ്പോൾ 49,500. ഈ പോയിന്റിന് ശേഷമുള്ള സീറോയ്ക്ക് ഒരു വാല്യൂ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഇത്രയും എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ആൻസർ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 49,500 ലിറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question is, if each edge of a cube is doubled, 7th question ആണ്. If each edge of a cube is doubled, how many times will it be surface area increase? Second, how many times will its volume increase? അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു ക്യൂബിൻ്റെ എഡ്ജ് ഡബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈംസ് ആയിരിക്കും അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് നമുക്ക് ആദ്യമേ തന്നെ ഈ ക്യൂബിൻ്റെ എഡ്ജ് ഡബിൾ ആവുകയാണെങ്കിലല്ലേ എത്രത്തോളം സർഫസ് ഏരിയ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ക്യൂബിൻ്റെ എഡ്ജ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് എഴുതാം. അതൊന്ന് സങ്കല്പിക്കാം. ലെറ്റ് ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ്, ഞാൻ എ ആയിട്ട് എടുക്കുകയാണ് ക്യൂബിൻ്റെ എഡ്ജിന്, അതുകൊണ്ട് ഞാനിവിടെ എഴുതിയാണ് ലെറ്റ് ദ എഡ്ജ് ഓഫ് ക്യൂബ് ഈസ് എ. ഇനി ലെറ്റ് ദ ഇനിഷ്യൽ എഡ്ജ്, ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ആദ്യത്തത്. ഓക്കെ, അപ്പോൾ ലെറ്റ് ദ ഇനിഷ്യൽ ഏജ് ഓഫ് ക്യൂബ് ഈസ് എ. ആ ടൈമിലുള്ള സർഫസ് ഏരിയ എന്തായിരിക്കും? അത് നമുക്കെടുത്ത് എഴുതാം. therefore ഇനിഷ്യൽ സർഫസ് ഏരിയ of a cube is equal to, എന്താണ് ക്യൂബിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്? അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്യൂബിൻ്റെ ഫോർമുല എന്താണ്? 6 ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. അതായത് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന? ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ 6 ഇൻറ്റു സൈഡ് എന്ന് എഴുതിയത്. ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു നമുക്ക് അവിടെ എ നമുക്ക് കൊടുക്കാം. കണ്ടോ? 6 ഇൻറ്റു എ ഇൻറ്റു എ. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 6a². കണ്ടോ? ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾക്ക് 6a² കിട്ടിയത്? ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതെന്താണ്? 6a². അപ്പോൾ ഇത് ആദ്യം ഉണ്ടായിരുന്ന ക്യൂബിൻ്റെ സർഫസ് ഏരിയ ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെ ഉണ്ടായിരുന്ന ക്യൂബാണ് ഇതെന്ന് പറയുന്നത്. കണ്ടല്ലോ? അപ്പോൾ ഈ ഒരു ക്യൂബിനെയാണ് നമ്മൾ എന്താണ് അതിൻ്റെ എഡ്ജ്, ഓക്കെ, അതിൻ്റെതായ ഈ എഡ്ജിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? എ ആയിട്ട് എടുത്തത്. ക്യൂബിൻ്റെ എഡ്ജ് നമ്മൾ എ ആയിട്ടാണ് എടുത്തിരുന്നത്. സോ നമുക്ക് 6 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ തന്നെയാണ് അല്ലേ? അപ്പോൾ 6 ഇൻറ്റു നമ്മൾ എ കൊടുത്തു, എ ഇൻറ്റു എ 6a². അടുത്തത് ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ക്യൂബിൻ്റെ എഡ്ജ് ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പുതിയ എഡ്ജ് അല്ലേ, ന്യൂ എഡ്ജ് ഓഫ് a cube
ഇസ് ഈക്വൽ ടു, പുതിയ എഡ്ജ് എന്ന് പറയുമ്പോൾ പഴയ എഡ്ജ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന എഡ്ജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എ. അപ്പോൾ പുതിയതെന്ന് പറയുന്നത് നമ്മളടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡബിൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന് ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 2a. അപ്പോൾ നമുക്ക് പുതിയ ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? 2a ആണല്ലോ. അടുത്തത് അതിൻ്റെ സർഫസ് ഏരിയ അപ്പോൾ എന്തായിരിക്കും? സർഫസ് ഏരിയ ഓഫ് എ ന്യൂ ക്യൂബ്, പുതിയ ക്യൂബാണല്ലോ അതെന്തായിരിക്കും? ഇത് ഡബിൾ ചെയ്തു. അപ്പോൾ പുതിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും അന്നേരം? എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യേണ്ടുള്ളത്? അത് എത്രത്തോളമാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതും കൂടുമോ എന്നാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം ന്യൂ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? 6 ഇൻറ്റു ആദ്യത്തെ ക്യൂബിൻ്റേത് എ ആയിരുന്നു എന്നുള്ളപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 6a² എന്ന് എഴുതി. അപ്പം രണ്ടാമത്തെ ക്യൂബിൻ്റേത് 2a ആകുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയായിരിക്കും എഴുതുന്നത്? 2a² എന്നായിരിക്കും എഴുതുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന എഡ്ജ് എ ആയിരുന്നു, അപ്പം നമ്മൾ അതിൻ്റെ സർഫസ് ഏരിയ എഴുതി 6a² എന്ന് എഴുതി. ഇപ്പം രണ്ടാമത്തെ ക്യൂബ് നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ 2a ആണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് അതിൻ്റെ സർഫസ് ഏരിയ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 2a² എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിനി എത്രത്തോളം ഇൻക്രീസ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സർഫസ് ഏരിയ ഓഫ് ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ഇനീഷ്യൽ ക്യൂബ് അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന ക്യൂബ്. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ന്യൂ ക്യൂബ് എന്താണ്? 6 ഇൻറ്റു 2a² ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്യൂബ് എന്തായിരുന്നു? സർഫസ് ഏരിയ 6 ഇൻറ്റു a². ഈ 6ഉം കട്ടായിപ്പോയി. ബാക്കി ഇവിടെ എന്തുണ്ട്? 2a² ബൈ a². ഇനി ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? 4. ദെൻ എയുടെ സ്ക്വയർ എന്ന് പറയുമ്പം a² ഡിവൈഡഡ് ബൈ a². നമുക്ക് എന്താണ് കിട്ടുന്നത്? അതായത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 4a² ബൈ a² എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ a² ഈ a² എന്താവും? കട്ടായി പോകും. കാരണം 4 ഇൻറ്റു a² ആണല്ലോ. അപ്പോൾ ഈ a² കട്ടായി പോകും. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 4. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? നമ്മുടെ ന്യൂ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എത്ര ടൈം ഇൻക്രീസ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 4 ടൈംസ് ആണ് ഇൻക്രീസ് ആവുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എഴുതാം, ഹെൻസ് ദ സർഫസ് ഏരിയ ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്. ഹെൻസ് സർഫസ് ഏരിയ ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്. കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ക്യൂബിൻ്റെ ആദ്യത്തെ എഡ്ജിനെ എ ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഫോർമുല അറിയാം, 6 ഇൻറ്റു സൈഡ് ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ ആയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 6 ഇൻറ്റു എ എന്ന് നമ്മൾ എഴുതി. സൈഡിന് പകരം നമ്മൾ എ കൊടുത്തു. 6 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? 6a². ഇത് നമ്മൾ ആദ്യത്തെ ഉണ്ടായിരുന്ന ക്യൂബിൻ്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഒരു ക്യൂബിനെ ഡബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജ് ഡബിൾ ചെയ്യുമ്പോൾ എന്താണ് ആ സർഫസ് ഏരിയ എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര ടൈംസ് ഇൻക്രീസ് ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യൂബിൻ്റെ പുതിയ എഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിട്ട് മാറി? 2a ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ പുതിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എങ്ങനെയായിട്ട് മാറി? 6 ഇൻറ്റു ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ 2a ആകുമ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? 6 ഇൻറ്റു 2a² എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇതിപ്പോൾ പുതിയ ക്യൂബാണ് ഉണ്ടായിരിക്കുന്നത്.
നേരത്തെക്കാട്ടിയും കുറച്ചും കൂടി വലിയ ക്യൂബാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് 2a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മൊത്തത്തിൽ 6 ഫേസസ് ആണ് നമ്മുടെ ഒരു ക്യൂബിന് ഉള്ളത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 ഇൻറ്റു സൈഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ഇവിടെ അപ്പോൾ നമുക്ക് എഡ്ജ് 2a ആണെന്ന് തന്നിട്ടുണ്ട്. സോ 6 ഇൻറ്റു നമുക്ക് സൈഡിൻ്റെ അവിടെ എന്ത് എഴുതാം 2a ഇൻറ്റു അവിടെയും 2a കണ്ടോ. അപ്പോൾ നമുക്ക് എന്താ വന്നത് 6 ഇൻറ്റു ഇവിടെ നോക്കിക്കേ 2 ഇൻറ്റു 2a ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്താണ് 2a ദ ഹോൾ സ്ക്വയർ കണ്ടോ. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ 6 ഇൻറ്റു 2a ദ ഹോൾ സ്ക്വയർ എന്ന്. അപ്പം നമുക്ക് പുതിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. പഴയ ക്യൂബ് അതായത് ആദ്യം ഉണ്ടായിരുന്ന ക്യൂബിൻ്റെ സർഫസ് ഏരിയയായി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, എത്ര ടൈംസ് ആണ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പുതിയതായിട്ട് കണ്ടുപിടിച്ച ക്യൂബിൻ്റെ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ ആദ്യത്തെ ക്യൂബിൻ്റെ സർഫസ് ഏരിയ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും 4 ടൈംസ് ആണ് ഇൻക്രീസ് ആയി എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ്സ് വോളിയം ഇൻക്രീസ്. ഇപ്പം നമ്മൾ സർഫസ് ഏരിയയുടെ കാര്യമാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മളെടുത്ത് വോളിയം ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നേ, ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം വോളിയം അല്ലേ, വോളിയം ഓഫ് ഇനിഷ്യൽ ക്യൂബ് അതായത് ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറയേണ്ട, അതായത് ആ ഒറിജിനൽ ക്യൂബ് നമ്മൾ സാധാരണയുള്ള ക്യൂബിൻ്റെ എന്താണ് വോളിയം, അതാണ് ഞാൻ ഇവിടെ ഇനിഷ്യൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഫോർമുല എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ. ഇതിനെ നമ്മൾ എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു എ ദാറ്റ് മീൻസ് എ ക്യൂബ്. അപ്പം ഇനിഷ്യൽ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, എ ക്യൂബ്. ഇനിഷ്യൽ ക്യൂബ് എന്നോ നിങ്ങൾക്ക് ഒറിജിനൽ ക്യൂബ് എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ക്യൂബിൻ്റെ വോളിയമാണ് എ ക്യൂബ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടേ അത് നമ്മൾ ഡബിൾ ചെയ്തിട്ടുണ്ട്, ആ ക്യൂബിൻ്റെ എഡ്ജിനെ ഡബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അതൊരു പുതിയ ക്യൂബായിട്ട് മാറിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും, ഈ സൈഡ് അപ്പം ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്ജ് മീൻസ് അതിൻ്റെ സൈഡായിട്ട് ഓക്കെ, അതിന് ഡബിൾ ചെയ്യൂ എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും അവിടെ 2a ക്യൂബ്. അതിൻ്റെ വോളിയം എന്തായിരിക്കും 2a ക്യൂബ്. മനസ്സിലായോ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ ആയിരുന്നു. അപ്പോൾ രണ്ടാമതുണ്ടായ ന്യൂ ക്യൂബിൻ്റെ സൈഡ് എന്താണ്, ഡബിൾ ചെയ്തു. ആദ്യം ഉണ്ടായിരുന്നത് എ ആണ്, ഇതിൻ്റെ സൈഡിനെ ഡബിൾ ചെയ്തപ്പോഴത്തേക്ക് 2a ആയിട്ട് മാറി. അപ്പോൾ നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a ഇൻറ്റു 2a ആണ്. അപ്പോൾ ഇവിടെ 3 ടൈംസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2a റൈസ് ടു 3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2a ഹോൾ റൈസ് ടു 3. ഓക്കെ, ഇനി ഇപ്പോൾ എത്ര ടൈംസ് ആണ് ഇൻക്രീസ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എഴുതാം വോളിയം ഓഫ് ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഒറിജിനൽ ക്യൂബ് അല്ലെങ്കിൽ ഇനിഷ്യൽ ക്യൂബ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അതായത് നമ്മുടെ സാധാരണ ക്യൂബ്. അപ്പം പുതിയ ക്യൂബ് ഉണ്ടായത് എത്രയായിരുന്നു, 2a ദ ഹോൾ ക്യൂബായിരുന്നു അതിൻ്റെ വോളിയം. നമ്മുടെ സാധാരണ നമ്മുടെ ക്യൂബിൻ്റെ വോളിയം എത്രയാണ്, എ ക്യൂബ്. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 2a ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ് 8 ആണെന്നുള്ളത് നമുക്കറിയാം. ഇൻറ്റു ഇനി എയുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ക്യൂബ് ബൈ എ ക്യൂബ്. നോക്കിയേ ഇതും കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്, 8. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, 8 ടൈംസ് ആണ് വോളിയം ഇൻക്രീസ് ആവുന്നതെന്ന്. ദെർഫോർ വോളിയം ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ്. അപ്പോൾ കണ്ടുപിടിക്കുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇവിടെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, 4 ഇൻറ്റു എ സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരുന്നു. കട്ടായി പോയപ്പോൾ ബാക്കി 4 ആയിരുന്നു. അപ്പോൾ നമ്മൾ 4 ടൈംസ് ആണെന്ന് സർഫസ് ഏരിയയുടെ കാര്യം നമ്മൾ എഴുതി വെച്ചു. അതേപോലെ തന്നെ വോളിയവും നമ്മൾ കണ്ടുപിടിച്ചു. അത് എത്ര ടൈംസാണ് ഇൻക്രീസ് ആയത്, 8 ടൈംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ 8 to 1 എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവുകയാണ് കേട്ടോ.
അപ്പോൾ 8th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ടർ ഈസ് pouring into a cuboidal reservoir at the rate of 60 liters per minute. If the volume of the reservoir is 108 meter cube, find the number of hours it will take to fill the reservoir. ഇവിടെ നോക്കിക്കേ, നമ്മളുടെ അടുത്തൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 108 മീറ്റർ ക്യൂബ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 108 മീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം. അത്രയും കപ്പാസിറ്റി ഈ ഒരു ടാങ്കിനുണ്ട്. അപ്പോഴുണ്ടല്ലോ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് വാട്ടർ ഈസ് pouring into a cuboidal reservoir at the rate of 60 liters per minute. അതായത് ഒരു മിനിറ്റിൽ ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് 60 ലിറ്റർ വെള്ളമാണ് നിറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ റിസർവയർ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറയുന്നതിന് വേണ്ടിയിട്ട് ഈ ടാങ്കിലുണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം നിറയാനായിട്ട് എത്ര മണിക്കൂർ എടുക്കും, എത്ര അവേഴ്സ് എടുക്കും എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര മണിക്കൂറാണ് എടുക്കുന്നതെന്ന് എങ്ങനെയാണ് കണ്ടെത്തുക ഇത് ഫുള്ളായിട്ട് വെള്ളം നിറയാനായിട്ട്? ഒന്നാമത്തെ കാര്യം, നമുക്ക് കുറച്ച് ക്ലൂസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എത്രത്തോളമാണ് ഈ ഒരു ടാങ്കിനകത്ത് വെള്ളം കൊള്ളുന്നത്, അതാണല്ലോ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞ് നമുക്ക് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിറ്റിനകത്ത് ഇതിനകത്ത് 60 ലിറ്റർ വെള്ളമാണ് നിറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ എത്ര മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. സോ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വോളിയം ഒന്ന് എടുത്തെഴുതാം. വോളിയം ഈസ് ഈക്വൽ ടു 108 മീറ്റർ ക്യൂബ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം, നമുക്ക് വോളിയം തന്നിരിക്കുന്നത് മീറ്ററിലാണ് കേട്ടോ, മീറ്റർ ക്യൂബിലാണ് തന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു മിനിറ്റിൽ വെള്ളം നിറയുന്നത് എന്തിലാണ് തന്നിരിക്കുന്നത്? ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. കണ്ടോ, 60 ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് 1 ലിറ്ററിലും 1 മീറ്ററിലും ഇട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്തോണം? ഇതിന് ചേഞ്ച് ചെയ്ത് ലിറ്റർ ആക്കി മാറ്റിക്കോണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 108നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 108, 123 then ലിറ്റേഴ്സ്. കണ്ടോ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. ഇനി എന്താ നമുക്ക് തന്നിരിക്കുന്നത്? റേറ്റ് ഓഫ് pouring വാട്ടർ പെർ മിനിറ്റ് അല്ലേ? ഒരു മിനിറ്റിൽ എത്രത്തോളം വെള്ളം നിറയുമെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 60 ലിറ്റർ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ കണ്ടുപിടിക്കേണ്ടുള്ളത്? എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നമുക്ക് എഴുതാം. ടൈം ടേക്കൺ ടു ഫിൽ the reservoir is equal to, നമുക്ക് എന്തെന്ന് എഴുതാം? അപ്പോൾ ഈ റിസർവെയറിൽ വെള്ളം നിറയാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഡിവൈഡഡ് ബൈ അല്ലേ, വോളിയം ഡിവൈഡഡ് ബൈ വാട്ടർ poured per minute. കണ്ടേ, ഇങ്ങനെ എഴുതി വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ വോളിയം നമുക്കറിയാം 108,000 ഡിവൈഡഡ് ബൈ വാട്ടർ പോർഡ് പെർ മിനിറ്റ് എത്രയായിരുന്നു? 60 ലിറ്റർ. അപ്പം 60. അപ്പോൾ ഇതും കട്ടായി പോകും. ദെൻ 6ൻ്റെ ടേബിൾസിൽ ഇതുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 6 ones are 6, 6 ones are 6, 4, 8 6 are 48, then 0. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1800 എന്തെന്നാണ് നമുക്ക് കിട്ടിയത്? ടൈം ടേക്കൺ ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം 1800 മിനിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ആ റിസർവെയർ നിറയണമെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? വോളിയം ഡിവൈഡഡ് ബൈ വാട്ടർ poured per മിനിറ്റ്. ഒരു മിനിറ്റിൽ ഉള്ള വെള്ളം, അതാണ് വോളിയം ഡിവൈഡഡ് ബൈ നമ്മൾ ചെയ്യേണ്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 1800 മിനിറ്റ് എന്നാണ് നമുക്ക് കിട്ടിയത്.
പക്ഷേ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് അവേഴ്സ് എന്നാണ് അല്ലേ? അപ്പോൾ അവേഴ്സിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് എന്തിലോട്ട് മാറ്റണം? അവറിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 60 മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് 1 അവർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മിനിറ്റിൽ നിന്നും അവറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 60. അപ്പോൾ എന്താ കിട്ടുന്നത്? 6 3s are 18, ദാറ്റ് ഈസ് 30. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 30 ആണ് കിട്ടിയത് അല്ലേ? അരമണിക്കൂർ കൊണ്ടാണ് ആ ടാങ്ക് നമുക്ക് ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലായി ആണല്ലോ. സോ നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം therefore number of hours to fill the reservoir, number of hours taken to fill the reservoir is equal to എത്രയാണ്? 30 hours. കണ്ടോ? അപ്പോൾ ഒരു മിനിറ്റിൽ 60 ലിറ്റേഴ്സ് വീതം വെള്ളം വീണ് ഈ കംപ്ലീറ്റ് ടാങ്ക് നിറയാനായിട്ട് നമുക്ക് എത്ര ടൈമാണ് എടുക്കുന്നത്? 30 hours എടുക്കുന്നത് അല്ലേ? അരമണിക്കൂറാണ് നമുക്ക് എടുക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? അതായത് നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? അതായത് 1,08,000 ലിറ്റർ ഉള്ള ഒരു ടാങ്ക് ആയിരുന്നു ഇതെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു മിനിറ്റിൽ 60 ലിറ്റർ വെള്ളം വീതമാണ് നിറയുന്നതെന്നാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ കംപ്ലീറ്റ് കപ്പാസിറ്റി, അതായത് ആ വോളിയം ഡിവൈഡഡ് ബൈ ആ ഒരു മിനിറ്റിൽ എന്താണ് ഇതിനകത്ത് വീഴുന്ന ആ വെള്ളത്തിൻ്റെ അളവ്, അതെന്ന് പറയുന്നത് 60 ലിറ്റർ. അത് നമ്മൾ ചെയ്തപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിറയാനായിട്ട് അരമണിക്കൂർ എടുക്കുമെന്ന് നമുക്ക് മനസ്സിലായത്. ഒരു മിനിറ്റിൽ 60 ലിറ്റർ വെള്ളം നിറയുന്നു. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് എന്ത് വീഴുന്നു? ഇത് കംപ്ലീറ്റ് ആയിട്ട് നിറയുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ അത്? പക്ഷേ ഒരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീറ്ററിലൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ കൺവേർട്ട് ചെയ്ത് ലിറ്ററിലോട്ടൊക്കെ ആക്കാനായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു വലിയ ചാപ്റ്റർ മെൻസുറേഷൻ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കുറച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടഫാണെന്നും കൂടി നമുക്ക് പറയാം അല്ലേ? കാരണം എന്താണ്, നമ്മൾ വലിയ ടെൻഷനിൽ എക്സാം ഹാളിൽ ഇരിക്കുന്ന ടൈമിൽ ടെൻഷൻ കാരണം നമുക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് അതായത് വളരെ ഈസി ആയിരിക്കും, പക്ഷെ നമ്മുടെ ടെൻഷൻ മൂലം ചിലപ്പോൾ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പൊന്നീച്ച് പറക്കുന്ന കണക്ക് ഫീൽ ചെയ്യുമല്ലേ? ഓക്കെ, പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടുള്ള ചാപ്റ്ററൊന്നും അല്ല കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഒരു മനസ്സിരുത്തി ഒരു 2 minutes ഒന്ന് നല്ല രീതിയിൽ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഓവറായിട്ടൊന്നും ടെൻഷൻ അടിക്കാതെ ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോസുമായിട്ട് കാണാം. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.